വിദേശത്ത് വെച്ച് മരിക്കുന്നവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം ഏർപ്പെടുത്തിയ പുതിയ വ്യവസ്ഥകൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രവാസികളോടുള്ള അവഗണനയുടെ തെളിവാണ് ഉത്തരവെന്ന് വിവിധ സംഘടനാ ഭാരവാഹികൾ ആരോപിച്ചു. കേന്ദ്ര നയം തിരുത്തണമെന്ന് പൊതുപ്രവർത്തകർ ആവശ്യപ്പെട്ടു. വിദേശത്ത് വെച്ച് മരിക്കുന്നവരുടെ മൃതദേഹം ഇന്ത്യയിലെത്തിക്കുന്നതിന് 48 മണിക്കൂർ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണമെന്ന ഉത്തരവിനെതിരെയാണ് വ്യാപക പ്രതിഷേധം ഉയരുന്നത്. മരണ സർട്ടിഫിക്കറ്റ്, എംബസിയിൽ നിന്നോ കോൺസുലേറ്റിൽ നിന്നോ ഉള്ള രേഖകൾ, പോലീസ് രേഖകൾ എന്നിവയ്ക്കൊപ്പം എംബാമിംഗ് സർട്ടിഫിക്കറ്റും ഹാജരാക്കണമെന്നാണ് കോഴിക്കോട് വിമാനത്താവള അധികൃതർ അറിയിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് വന്നത്. എംബാമിംഗ് കഴിയുന്ന മൃതദേഹം വിദേശത്തെ എംബാമിംഗ് കേന്ദ്രങ്ങളിൽ സൂക്ഷിക്കാറില്ല. ഇവ നേരിട്ട് വിമാനത്താവളങ്ങളിൽ എത്തിക്കുകയാണ് പതിവെന്നും ഇതുപോലും മനസ്സിലാക്കാതെയാണ് ഇത്തരം ഉത്തരവുകൾ ഉദ്യോഗസ്ഥർ പുറപ്പെടുവിക്കുന്നതെന്നും വർഷങ്ങളായി പൊതുപ്രവർത്തനം നടത്തുന്ന പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവ് കൂടിയായ അഷറഫ് താമരശ്ശേരി NTVയോട് പറഞ്ഞു. എംബാമിംഗ് കഴിഞ്ഞിട്ട് ആ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ കഴിച്ച് 48 മണിക്കൂർ ബോഡി വിടാതെ എംബാമിംഗ് കഴിഞ്ഞ ബോഡി എവിടെ കൊണ്ടുവെക്കും? കരിക്കൽ എയർപോർട്ട് കൊണ്ടുവെക്കാൻ അവർ സമ്മതിക്കോ? എംബാമിംഗ് സെന്ററിൽ ലാസ്റ്റ് സമയത്ത് ആ ബോഡി എത്താം. ഒന്നുകിൽ നമ്മൾ ഇന്ത്യക്ക് എംബസിക്ക് അംബാസിഡർ ഉണ്ട്, ഇന്ത്യക്ക് കൌൺസിലർ ഉണ്ട്. ഇവരോടൊന്ന് അന്വേഷിക്കേണ്ട ഈ ഉത്തരവ് എങ്ങനെ ഇവരെ ഇറക്കി? ഗൾഫ് മേഖലയിൽ മരിക്കുന്നവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതത് രാജ്യങ്ങളിലെ നടപടിക്രമം പൂർത്തീകരിക്കാൻ തന്നെ 2-3 ദിവസം വേണ്ടിവരും. ഇതിനുശേഷമാണ് വീണ്ടും 48 മണിക്കൂർ കൂടി കാത്തിരിപ്പ്. ഇത് പ്രവാസികളോടുള്ള അവഗണന മാത്രമല്ല, മൃതദേഹത്തോടുള്ള അനാദരവ് കൂടിയാണ്. പ്രവാസികളുടെ ശവത്തോട് എന്താ അവർക്ക് അനീതി? പ്രവാസികൾ ജീവിക്കുമ്പോൾ ഉപകാരം ചെയ്യണ്ട. മരിച്ചവർക്ക് തന്നെയെങ്കിൽ അവർക്കൊരു നല്ല ചെയ്തൂടെ? എന്ത് ക്രൂരത പ്രവാസിയോട് ഗവൺമെന്റ് ചെയ്തെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത്രയും വിഷമം കൊണ്ടാ പറയുന്നത്. ഇത് 100% തെറ്റാണ്. പ്രവാസിക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ഇതിനാണ് സഹിച്ചിട്ട് ഈ നിയമം ഒഴിവാക്കേണ്ട ഒരു സംഘടനയ്ക്ക് ഇന്ന് കൂട്ടുകൂടാ. ഇമെയിൽ വഴിയോ ആരുടെയെങ്കിലും കൈവശമോ ഇത്തരം രേഖകൾ എത്തിക്കണം എന്നതാണ് നിർദ്ദേശം. മാത്രമല്ല, മൃതദേഹം കൊണ്ടുവരുമ്പോൾ ഇത്തരം രേഖകളുടെ ഒറിജിനൽ കൂടെ വരുന്നയാൾ കരുതുകയും വേണം. മറ്റൊരു രാജ്യവും തങ്ങളുടെ പൌരന്മാരോട് കാണിക്കാത്ത ക്രൂരതയാണ് വിദേശ ഇന്ത്യക്കാരോട് വ്യോമയാന മന്ത്രാലയം കാട്ടുന്നത്. NTV, ദുബായ്.